കിച്ചേട്ടാ നീര് വെച്ച് പാറു നമുക്ക് ആദ്യം ഒരു കാര്യം അമ്മമ്മേനെ കണ്ടാലോ. അമ്മമ്മ എപ്പം ചോദിക്കും നിങ്ങൾ എന്താ വരാത്തെന്നല്ല. എന്നാ അമ്മമ്മേനെ കണ്ടിട്ട് നമുക്ക് കളിക്കാൻ തുടങ്ങാം. അമ്മമ്മേന്റെ കുട്ടികൾ എന്താ ചെയ്യുന്നേ? അമ്മമ്മ എത്ര നേരായി നിങ്ങളെ നോക്കി നിൽക്കുന്ന, എവിടെയാ പോയെല്ലാരും? അമ്മമ്മക്ക് ഇന്ന് കുറച്ച് സർപ്രൈസ് വിസിറ്റേഴ്സ് എല്ലാം ഉണ്ട്. ആരാത് വന്നിനി? അമ്മമ്മ എപ്പോ നമ്മുടെ ഫ്രണ്ട്സിനെ പറ്റി ചോദിക്കലില്ലേ? കിച്ചാട്ടനും നീലുവേച്ചിയും പാറും അവര് വന്നിട്ടുണ്ട്. അവരിന്ന് ഏരിയ പോലെ നിൽക്കുന്നു. ആണോ മക്കളെ? എന്നിട്ട് അവരെവിടെ പോയി? കാണുന്നില്ലല്ലോ. ഹലോ അമ്മമ്മേ, നമ്മളാണ് ഇവരെ ഫ്രണ്ട്സ്. മക്കളെ നിങ്ങൾ നേരത്തെ വന്നോ? ചായ ഒക്കെ കുടിച്ചോ വന്നിട്ട്? നമ്മൾ ഒത്തിരി നേരായി അമ്മമ്മേ വന്നിട്ട്. എല്ലാ സന്ധ്യ ആയല്ലോ, വീട്ടിൽ പോന്നില്ലേ മക്കളെ നിങ്ങള്? ഓ അമ്മ, ഇന്ന് അവര് പോകുന്നില്ലെന്നാ പറഞ്ഞേ. അവര് വീട്ടില് ചോദിച്ചിട്ട് വന്നതാ. അതില്ലേ ഇവര് മൂന്നാളും കൊറേ ദിവസമായി ഇവരോട് പറയുന്ന ഇവിടെ വന്ന് നിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവളെ അമ്മേനെ ഞാനൊരിക്കൽ വിളിക്കും എന്തായാലും. അപ്പൊ ഇവരൊന്ന് ചോദിച്ചിട്ടാ വന്നേന്നാ പറഞ്ഞേ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, മിനിയേച്ചല്ലേ? ആ, മക്കൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവരിന്ന് ഇവിടെയാ നിക്കുന്നെന്ന് പറഞ്ഞു. ഓ ആണോ? ആ, നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അന്നേ മക്കൾ ഇടുന്ന് പറയുന്നുണ്ടായിരുന്നു ഇവര് മൂന്നാളെ നിക്കാൻ വരുന്നൊക്കെ. ആ, എന്നാ നാളെ രാവിലെ അങ്ങോട്ടേക്ക് വന്നോട്ടെ, ഇന്നിവിടെ നിക്കട്ടെ. ഓക്കെ ചേച്ചി, അത് ശരി കേട്ടോ. നീ മിനിയെ വിളിച്ചിനോ നിമ്മി? ആ അമ്മ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, മിനിയേച്ചി നാളെ രാവിലെ ഇവരെ അങ്ങോട്ടേക്ക് അയക്കാനാ പറഞ്ഞേ. എന്നാ അമ്മമ്മ രാത്രി മക്കൾക്ക് കഥകളും പാട്ടും കടങ്കഥയും ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ പോയിട്ട് മക്കള് കളിക്ക്. ഞാനില്ലേ ഇങ്ങോട്ട് വരുമ്പോ ഒരു സാധനം എടുത്തിട്ടുണ്ട്. നമ്മൾ പറശ്ശിനി പോയാലും വാങ്ങിയതാ, കച്ച വാങ്ങി തന്നതാ. എടി നീലു, അതെന്ത് സാധന? ഞാൻ പോലും അറിഞ്ഞിട്ടില്ലല്ലോ. നീ എപ്പ അച്ഛന്റെ കൂടെ പോയേ? 2-3 ദിവസമായി. ആർക്കും അറിയില്ല. ഞാൻ ഇവിടെ വരുമ്പോ എടുക്കാന്ന് വിചാരിച്ചിട്ട് സൂക്ഷിച്ചു വെച്ചതായിരുന്നു. എന്നാ കാണിക്കുന്നതിൽ വെച്ച് എല്ലാരും ഒന്ന് കണ്ണുപൂട്ടിക്കേ. ആ, നമ്മളെല്ലാരും കണ്ണുകൂട്ടി. സർപ്രൈസ് കാണിക്കേച്ചി. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. പേപ്പർ സോപ്പല്ലേ? ഇതെന്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൊണ്ടിരുത്തുണ്ട്. ഞാൻ എത്രയായിന്നറിയാം അമ്മയോട് വാങ്ങാൻ പറയുന്നേ. ചേട്ടന ഇത് വാങ്ങിയേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് അച്ഛൻ്റെ പറശ്ശിനിയിൽ പോരാൻ വാങ്ങിച്ചതാ ഇത്. നല്ല മണ, ബ്ലൂബെറിന്റെ ഫ്ലേവറാ ഇത്. നമുക്ക് എല്ലാവർക്കും ഓരോന്ന് തരുവാ ചേച്ചി. എന്നിട്ട് കൈ കഴുകണം, നല്ല മണം ഉണ്ടാവൂലേ? ആ, ഒറ്റന്നേ തരുള്ളൂ. പിന്നെ ചോദിക്കാൻ പാടില്ല. എനക്ക് എപ്പം കൈ കഴുകണ്ടിയാ? ഇല്ല, നമ്മക്കൊന്നും വേണ്ട. നീ കൊടുത്തേ, പിള്ളേർക്ക് കൊടുത്താട്ടെ. ഹായ്, എന്ത് രസാന്ന് നോക്കിയിട്ട്. നല്ല മണം ഉണ്ടല്ലോ ഇത്. ഇതിന് വെള്ളം തൊട്ടിട്ടാ ചേച്ചി ആക്കണ്ടേ? ആ, നമ്മള് കൈ കഴുകുമ്പോ കൈമേലിട്ടാല് വെള്ളം തട്ടുമ്പോ അത് അലിഞ്ഞിട്ട് നമുക്കിങ്ങനെ ആക്കുമ്പോ പത വരും. എടി കുട്ടിമണി, നീ നോക്കിയാട്ടെ. പാറുവിന്റെ കയ്യില് മാത്രം ലവുണ്ട്. നമുക്ക് എല്ലാവർക്കും ഫ്ലവർ. അനക്കും വേണേനു അങ്ങനത്തെ. ആ, അത് ശരിയാണല്ലോ. ഞാൻ ഇപ്പൊ അത് ശ്രദ്ധിച്ചേ. നീലേച്ചിന്റെ നോക്കിയാട്ടെ, ചേച്ചിന്റെ റൗണ്ടും. നീലേച്ചി, അതെന്താ പാറുവിന് മാത്രം ലവ് കൊടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും പൂ തന്നെ? അനക്കും ലവ് വേണം. നമുക്ക് എല്ലാവർക്കും ലവ് വേണ്ട. ഇല്ലേ, എല്ലാവർക്കും തന്നു കഴിഞ്ഞു. ഇനി ഞാൻ ആർക്കും തരൂല. അതെല്ലാം അറിയാണ്ട് അങ്ങനെ കിട്ടിപ്പോയതല്ലേ. അനക്ക് റൗണ്ടാ കിട്ടിയ, കിച്ചോട്ടിന്റെ നോക്കിയിട്ട് ഫ്ലവറാ കിട്ടിയ. കുട്ടിമണി, അപ്പു, തക്കു, നിങ്ങൾ എന്താ അത്? നിങ്ങൾ വഴക്ക് കൂടുമ്പോൾ തന്നെ ഇവര് വന്നേരം വഴക്ക് കൂടുക. കൈ കിട്ടിയത് വെച്ചിട്ട് കളിക്കേ. വെറുതെ അവരുമായിട്ട് വഴക്ക് കൂടിയ പിന്നെ അവരിപ്പൊ തന്നെ പോവുവേ. ഇതാ 3 ആക്കും അടി കിട്ടുവേ എന്റെ കയ്യിന്ന്. മക്കള് കളിച്ചോ കേട്ടോ. ആ, എന്നെ വിട്ടേ, നമുക്കുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം.